മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൂട്ടത്തോടെ സിപിഐഎമ്മിലേക്ക്. മുൻ ജില്ലാ സെക്രട്ടറി കെ അബ്ദുള്ള കുഞ്ഞിയുടെ നേതൃത്വത്തിൽ ലീഗ് വിട്ട 250ഓളം പ്രവർത്തകരെ സ്വീകരിക്കുന്നതിന് സിപിഐഎം കുമ്പളയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യുഡിഎഫും ബിജെപിയും കേരളത്തിലെ എൽഡിഎഫ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാടുകളിലും സംഘടനാ രീതികളിലും ഭിന്നാഭിപ്രായം ഉയർന്നതിനെ തുടർന്നാണ് മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കൌൺസിൽ അംഗവുമായിരുന്ന കുമ്പളയിലെ കെ അബ്ദുള്ള കുഞ്ഞി, എം.എ. ഉമ്പു എന്നിവരുടെ നേതൃത്വത്തിൽ 250ഓളം പ്രവർത്തകരും അനുഭാവികളും മുസ്ലിം ലീഗ് ബന്ധം ഉപേക്ഷിച്ച് സിപിഐഎമ്മിൽ ചേർന്നത്. മഞ്ചേശ്വരം മണ്ഡലം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലീഗിനെ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയായിരുന്നു. മുസ്ലിം ലീഗ് വിട്ട പ്രവർത്തകർക്കും നേതാക്കൾക്കും സിപിഐഎം കുമ്പള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ സിപിഐഎമ്മിനും ഇടതുപക്ഷ മതേതര ശക്തികൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂവെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഓരോ മതവിഭാഗത്തിൽപ്പെട്ടവരും വർഗീയമായി സംഘടിക്കുകയല്ല വേണ്ടത്. എല്ലാ മതവിശ്വാസികളും ചേർന്ന് മതേതരത്വം, സെക്യുലറിസം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ RSSനെ നേരിടാൻ കഴിയൂ. ഇവിടെ കോൺഗ്രസ് ഉള്ളത് കൊണ്ടല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടല്ല ഈ കേരളം ഗുജറാത്തായി മാറാത്തത് എന്നുള്ള വസ്തുത മതന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ടാണ്. കോൺഗ്രസ് സ്വാധീന മേഖലകളിലാണ് ബിജെപി വളരുന്നതെന്ന് കോടിയേരി ചൂണ്ടിക്കാട്ടി. കോൺഗ്രസുകാർ കൂട്ടത്തോടെയാണ് ബിജെപിയിലേക്ക് ചേക്കേറുന്നത്. കേരളത്തിൽ വർഗീയ കലാപങ്ങൾ തടയാൻ സാധിക്കുന്നത് ശക്തമായ ഇടതുപക്ഷ സാന്നിധ്യം ഉള്ളതിനാലാണ്. വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ LDF സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ UDFും ബിജെപിയും ഒരുമിച്ച് ശ്രമിക്കുകയാണെന്നും കോടിയേരി പറഞ്ഞു. ഒരു ഭാഗത്ത് ബിജെപിയും വേറൊരു ഭാഗത്ത് കോൺഗ്രസും ചേർന്ന് രണ്ടാളും ഒരേ ശബ്ദത്തിലാണ് ഈ കേരളത്തിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കണം. നമ്മുടെ സർക്കാർ ലക്ഷ്യബോധത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം P. കരുണാകരൻ MP, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ തുടങ്ങിയ നേതാക്കളും സ്വീകരണ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.